പടച്ചോനെ ചെരിഞ്ഞ് നോക്കിയാ പഞ്ചറായതാണ് നമുക്ക് തോന്നും, പക്ഷെ അതല്ല കേട്ടോ. കൂടുതലിടണമെങ്കിൽ ഹായ് എവ്രിവൺ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും 2026 ആദ്യത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വർഷം ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ട് വരാമെന്ന് വെച്ചു. ഇന്നത്തേത് മറ്റൊന്നുമല്ല, ഡെസേർട്ട് സഫാരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഡെസേർട്ട് സഫാരി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ എന്താ പറയുക ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഈ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തത് ഒരു ഏജൻസി വഴിയാണ്. അതുകൊണ്ട് അവർ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് പിക്ക് ചെയ്യും, അതുപോലെ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള കാറ് വരിക. ഇത് ഞങ്ങളെ ഇവിടുത്തെ ഒരു അങ്ങാടി കേട്ടോ. നാട്ടിലൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ അങ്ങാടിയാണിത്, മജാനങ്ങാടി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ. ഞങ്ങളെ കൂടാതെ ഈ കാറിൽ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ. ഞങ്ങളെ സീറ്റ് ബാക്കിലാണ്, അതുകൊണ്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഞങ്ങളെ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവർ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അന്നത്തെ ഗൈഡ്. അടിപൊളി മരുഭൂമി കാണാൻ തുടങ്ങിട്ടോ. ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എത്തി തുടങ്ങി. നമ്മൾ പോണ സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ ഫാമൊക്കെ കാണും കേട്ടോ. ഒട്ടകങ്ങൾ, അതുപോലെ ആടുകൾ, അതുപോലെ കൃഷി, ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഒരു 45 മിനിറ്റ് ഈ കോഡ് ബൈക്കിൻ്റെ ടൈമാണ്. ഇത് ഫ്രീ അല്ല കേട്ടോ. ഇത് നമ്മൾ ഈ പാക്കേജൊക്കെ എന്താ പറയുക ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കോഡ് ബൈക്കൊന്നും ഒരിക്കലും ഫ്രീ ആയിട്ട് വരില്ല. അതായത് ചെറിയ പാക്കേജിലൊന്നും ഫ്രീ ആയിട്ട് വരില്ല കേട്ടോ. അതുപോലെ നമുക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. ഇപ്പം നമ്മൾ ഈ ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പം എല്ലാവരും വിചാരം വെറും ഈ ഡെസേർട്ടിൽ കൂടെ ഇങ്ങനെ യാത്ര ഉണ്ടാവുന്നല്ലേ. അതല്ല കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഓരോരോ കാഴ്ചകൾ നമുക്ക് എന്താ പറയുക കാണിച്ചു തന്നി ഒരു ഈവനിങ് ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കാരം ഈ ഡെസേർട്ട്, അതായത് ഈ ഡെസേർട്ടിൽ കൂടെ മണലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണേ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുന്ന ആ സെറ്റപ്പ് കേട്ടോ. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടെന്നേ. ഇത് കുതിരയല്ലേ, കുതിരയാണ് കഴുതിയാണ്. ഇവിടെ നമ്മളെ ഒട്ടകത്തിന് പോയി തൊട്ടൊക്കെ നമുക്ക് വാ. എന്തല്ലേ ഈ ഒട്ടകത്തിൻ്റെ മുഖമൊക്കെ നോക്കിയാൽ മൂടി കെട്ടിക്കണേ, പാവല്ലേ. ഒട്ടകമുണ്ട്, കുതിര ഉണ്ട്. എനിക്ക് പേടിയുണ്ടോ? മോനെ നീച്ചുമ്പോൾ പേടിയുണ്ടാവൂലേ? എനിക്ക് കയറണ്ടേ? പേടിച്ചാനൊന്നുമില്ല, അങ്ങനെ എങ്ങനെയാണ്ടോ. ഒരു ഡ്രൈവിങ് അറിയണമല്ലോ കേട്ടോ. തലയിൽ കെട്ടുന്ന ഈ ടവൽ പോലത്തെ സാധനമല്ലേ, അത് ഇവർ കെട്ടി തരും കേട്ടോ. അതിനെത്ര അറിയോ?
50 ദിറംസ്. പക്ഷേ ബാർഗെയിൻ ചെയ്ത് അവർ കുറച്ച് തരും കേട്ടോ. എന്നാലും നോക്കണം, 50 ദിറംസാണ് അവരതിന് പറയണേ. അതുപോലെ ഈ ഫാൽക്കൺ കണ്ടോ, ഈ കൈ പിടിച്ച് നിൽക്കണേ ഈ പക്ഷി, അതിനെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കാൻ 20 ദിറംസ് കേട്ടോ. പിന്നെ ഇവിടെ ഹെന്ന ടാറ്റു ഉണ്ട് കേട്ടോ, മൈലാഞ്ചിട, ഫ്രീ ആയിട്ട് മൈലാഞ്ചിട. മോൾ മൈലാഞ്ചിടണോ? വേണ്ട, എന്നാ വേണ്ട, ഞാൻ പിന്നെ ഇടൂല, എനിക്കറിയാലോ. അവിടെ നോക്കിയാൽ അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഇടുന്നതാണ് ഫ്രീ ഉള്ളത്. കൂടുതൽ ഇടണമെങ്കിൽ കൂടുതൽ ക്യാഷ് എടുക്കണം. ഇതൊക്കെ ഫ്രീ ആട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതാണ് ക്യാമ്പ് സൈറ്റ് കേട്ടോ. ഈവനിങ് ഇവിടെയാണ് ഫുഡ് ഉണ്ട്, അതുപോലെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും കേട്ടോ, ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. ഡെസേർട്ടിൻ്റെ സെൻറ്ററിൽ ഇവർ ഇതേപോലെ ക്യാമ്പ് സൈറ്റ് ഉണ്ടാക്കും. ഇങ്ങോട്ട് ഒരുപാട് ഏജൻസികൾ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഒരുമിച്ച് പ്രോഗ്രാം നടത്തും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ പാക്കേജിൽ ബുക്ക് ചെയ്താലൊക്കെ ഇവിടെ ഒരേ സ്ഥലത്താണ് എത്തിച്ചേരുക അവസാനത്തുമ്പോൾ. ഇവിടെ സുലൈമാനിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു സുലൈമാനിയൊക്കെ കുടിക്കട്ടെ. പിന്നെ ഇവിടെ ഉള്ളത് അറബിക് ഡ്രസ്സ് കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകാണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. നമ്മക്കല്ല, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, പെണ്ണുങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. നമ്മളിപ്പോൾ ഒന്നും ഇടുന്നല്ലേ പറഞ്ഞല്ലേ, നമുക്കതൊരു പുതിയത് സംഭവമല്ല. ഇവിടെ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് കാട്ടി തന്നില്ല. അതായത് ഈ കുതിരൻ്റെ പുറത്ത് കയറുന്നത്, ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നത്, ഈ ഫാൽക്കണിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത്, അതേമാതിരി ഈ കോഡ് ബൈക്ക്, ഇങ്ങനെ കുറേ സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിലധികം എക്സ്ട്രാ ക്യാഷാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ പാക്കേജ് എടുക്കണം. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നത് ഈ ഒട്ടകത്തിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നത്, ഇതൊക്കെ ഫ്രീ ആട്ടോ. അതേമാതിരി വലിയ പാക്കേജിനനുസരിച്ച് കുറേ കാര്യങ്ങൾ ഫ്രീ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പാക്കേജിന് നമ്മൾ എടുക്കുമ്പോൾ ഇതൊന്നും ഫ്രീ ഉണ്ടാവും കേട്ടോ. ഇവിടെ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് എന്താ പറയുക, ഡെസേർട്ട് സഫാരിക്ക് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിതിന് മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ അറിയണത്. അപ്പോൾ ഞാൻ ഇത് 2ാമത്തെ തവണയാണ് ഡെസേർട്ട് സഫാരിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ കോഡ് ബൈക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്നൊന്ന് ട്രൈ ചെയ്യാത്തത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഈ ഡെസേർട്ടിൽ ഉപയോഗിക്കുന്ന കാറുകൾ കാറ്റ് കുറവേക്കണം കണ്ടോ. പഞ്ചറായതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതല്ല കേട്ടോ. എയർ പ്രഷർ കുറച്ചിട്ടാണ് ഈ മണ്ണിൽ കൂടെ ഇങ്ങനത്തെ വണ്ടികൾ ഓടിക്കട്ടോ. കൂടുതലും ലാൻഡ് ക്രൂസർ ആക്കണം, ലാൻഡ് ക്രൂസർ, അതുപോലെ പെട്രോള്, ഇങ്ങനത്തെ കാറുകളേക്കാരം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡൂൺ ബാഷിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ബേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ പോകുന്ന സ്ഥലം കാണുള്ളൂ. എത്ര പേടിയാണ്. ജീവാതി നോക്കി പടച്ചോനെ. കുടിച്ചിരുന്നോ മൊബൈലിൽ ചാടുന്ന വെച്ച് തോന്നണേ. ഞമ്മളുണ്ടല്ലോ വേറെ കാറിന് പറയണം. യെസ് യു ആർ ഓക്കെ. വേറെ കാറുകാരെ നമ്മളെ കാണാം, അപ്പോഴും രണ്ട് ദിവസം
تسمع اللي يخدعك انت معلم وما تسمع اللي يخدعك انت معلم انت معلم طماعة شفتك لي كنتي فيا تبيعي بيعي وحدك بيعي طماعة شفتك لي الساعة كنتي فيا تبيعي بيعي وحدك بيعي طماعة أنا ما نويت الغدار ولا كنت نفكر أنا ما نويت الغدار كنت نفكر حيرانة ما تبعك قدامك غلطانة جبتني ندمانة قلتلي ريحني سامحني غلطانة جبتني ندمانة قلتلي ريحني هالمرة سامحني غلطانة غلطانة أنا ما نويت الغدار ولا كنت نفكر أنا ما نويت الغدار ولا كنت نفكر حيرانة ما تنفعك النار غلطانة جئتني ندمانة قلتلي هالمرة سامحني غلطانة അങ്ങനെ ഞങ്ങൾ ഡൂൺ ബാഷിങ് കഴിഞ്ഞ് മുകളിലാട്ടോ. ഡൂൺ ബാഷിങ് പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് നമ്മൾ ഡെസേർട്ട് സഫാരി എന്ന് പറയുന്ന സാധനം. അതായത് നമ്മളെ മണൽ കൂടെ ഇങ്ങനെ കാറിൽ പോണത്. അതാണ് ഇപ്പം നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടത്. നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത്. അവിടെ കണ്ടോ കുറേ സൂം ചെയ്തൊക്കെ അല്ലേ? അടിപൊളിയാണ് കേട്ടോ. ഇനി വണ്ടി പോകണോട്ടോ. ഇതേമാതിരിയാണ് ഞങ്ങൾ പോകുന്നത്. യാ മോനെ അവിടെ നോക്കിയാ ഇയാൾ നേരെ പോകണുള്ളൂ കേട്ടോ. അടുത്ത് വരുന്നുണ്ട്. ഇയാൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഇയാളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കും. പിന്നെ സ്കില്ലല്ലേ മണല്ല എന്തൊക്കെയാ പോണ് ചെരിഞ്ഞ് ചെരിഞ്ഞ് പോണോക്കിയാ. ഇനി അടുത്ത് പോകാൻ പോകുന്നതാണ് സാൻഡ് ബോർഡിങ് കേട്ടോ. ഈ ബോർഡിൻ്റെ പുറത്ത് സാൻഡ് കൂടെ പോണത്. ഇത് പിടിച്ചാ ക്യാമറ പിടിച്ചിട്ടോ. ഞാൻ കഴിയുമ്പോൾ പോകട്ടോ. അങ്ങനെ ഒരു അടിപൊളി ഡൂൺ ബാഷിങ് കഴിഞ്ഞു. അതുപോലെ സാൻഡ് ബോർഡിങ്ങും. ഡൂൺ ബാഷിങ് ഒന്നും പറയല്ല, വേറെ ലെവല് സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലെത്തിട്ടോ. ഇനി ഇവിടെ ബുഫേ സെറ്റപ്പുകളൊക്കെയാണ്. അതുപോലെ ഇവിടെ സ്റ്റേജിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ബുഫേ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇവിടെ സ്റ്റാർട്ടറിനുള്ള തിരക്ക് ഞാൻ കാട്ടിത്തരാം. ഈ വരി ഫുള്ള് അവിടെ പോയിട്ട് സമൂസയും എന്താ പറയുക റോളും എടുക്കല തിരക്കാട്ടോ. പിന്നെ അപ്പുറത്ത് VIP സീറ്റാട്ടോ. അപ്പോൾ പാക്കേജൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ VIP കൾക്കൊക്കെ
വേറെ പരിഗണന തന്നെ ഉണ്ട് കേട്ടോ. അതായത് നല്ല റേറ്റ് കൂടിയ പാക്കേജിന് നല്ല അടിപൊളി സീറ്റിനൊക്കെ കയറാം. പക്ഷേ നമ്മൾക്ക് കിട്ടിയ സീറ്റും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മളിവിടെ ഫ്ലോറിലാണെന്നുള്ളൂ. പക്ഷേ അവർ കുറച്ച് ഉയർന്ന് ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഓക്കെയാണ്, എല്ലാം നമുക്ക് സെറ്റാണ്. അടുത്തത് ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് എടുത്ത് തരാം. പാസ്ത, ബിരിയാണി, അങ്ങനെ ഇതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളെടുത്തത്. ഇപ്പോൾ സ്റ്റേജിൽ എന്തൊരു ഡാൻസ് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരറിയില്ല, എനിക്ക് തോന്നുന്നത് തനൂര ഡാൻസ് അങ്ങനെ എന്തോ നാളെയാണ്. അയാളെ തല എവിടെയൊക്കെ സെന്ററിലേക്കല്ലേ? അതല്ല, അവിടെ കണ്ടൊരു ഗ്ലാസ് പോലെ. അടുത്തതാണ് ബെല്ലി ഡാൻസ്. എല്ലാവരും ബെല്ലി ഡാൻസിന് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഫയർ ഷോ അല്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങാണ്. അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ഡെസേർട്ട് സഫാരി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഒരു ഡെസേർട്ട് സഫാരിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ. അതായത് എല്ലാവരും വിചാരിക്കും ഡെസേർട്ട് സഫാരി എന്ന് കേൾക്കുമ്പം എന്താ പറയുക, മണലിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓട്ടുന്നത് മാത്രമാണ്. പക്ഷെ അതല്ല കേട്ടോ, ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ പാടെ കൂടിയതാണ് ഡെസേർട്ട് സഫാരി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.